ബസ്സുകൾ 35 ട്രിപ്പുകൾ ഓടുന്നുണ്ട്. എല്ലാ ബസ്സുകളും വാതിലുകൾ അടയ്ക്കാതെയാണ് ഓടുന്നത്. ഇങ്ങനെ നിയമം പാലിക്കാതെ ഓടുന്ന വലിയ വാഹനങ്ങൾക്ക് 192A വകുപ്പ് പ്രകാരം 5000 രൂപ വരെ പിഴയിടാം. റൂട്ട് ബസ്സുകൾക്കും ഇപ്പോൾ 2 ഡോറുണ്ടാവും. ആ 2 ഡോറിലും ഡോർ ഷട്ടേഴ്സ് അത്യാവശ്യമാണ്. അതില്ലാത്ത വാഹനങ്ങൾ ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. അത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളുണ്ടായാൽ ആ ബസ്സുകൾക്കെതിരെ പോലീസുകാർ മറ്റ് വിവിധ വകുപ്പുകളനുസരിച്ച് റാഷ് ആൻഡ് നെഗ്ലിജൻസി എന്നുള്ള രീതിയിലും ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്നുള്ള രീതിയിലും കേസുകൾ ചാർജ് ചെയ്യാറുണ്ട്. എന്നാൽ നിയമം പാലിക്കാതെ ഓടുന്ന കർണാടക സർക്കാരിന്റെ ബസ്സുകൾക്ക് ഇതുവരെ പിഴ ചുമത്തിയിട്ടില്ല. നിറയെ യാത്രക്കാരുമായി അതിവേഗത്തിൽ പോകുന്ന ബസിന്റെ വാതിൽ അടയ്ക്കാതിരിക്കുന്നത് വലിയ ദുരന്തം ക്ഷണിച്ചു വരുത്തും. എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പെണ്ണുങ്ങൾ വീണിട്ട് 2009 ആണെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വീണിട്ട് 1 മാസത്തിൽ കൂടുതൽ പെണ്ണുങ്ങൾ ICUവിലും മറ്റുമായിട്ട് മംഗലാപുരം ആസ്പത്രിയിൽ കഴിഞ്ഞതാണ്. അവർക്ക് ഇതുവരെ ഒരു നഷ്ടപരിഹാരം കിട്ടിയില്ല എന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നിയമം പാലിക്കാതെ ഓടുന്ന ബസ്സുകൾക്കെതിരെ നടപടിയുണ്ടാവാൻ ഒരു ദുരന്തം തന്നെ വേണ്ടിവരുമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഷഫീഖ് നസറുള്ള,